പ്രവൃത്തിശക്തിയില്ലാത്ത ആളെ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി തട്ടിമാറ്റിയെന്ന് പ്രചാരണം. കേന്ദ്രമന്ത്രിക്കെതിരെ സാമൂഹ്യ മാധ്യമങ്ങളിൽ വലിയ വിമർശനവുമായി ഈ ദൃശ്യങ്ങൾ ഒരു വിഭാഗം പ്രചരിപ്പിക്കുന്നുണ്ട്. എന്നാൽ ഇതിന്റെ വസ്തുത മറ്റൊന്നാണ്. യഥാർത്ഥ ദൃശ്യങ്ങൾ മറച്ച് ഒരു ഭാഗം മാത്രമാണ് ഇവർ പ്രചരിപ്പിക്കുന്നത്. ബി.ജെ.പി. ഇരിങ്ങാലക്കുട മണ്ഡലം കമ്മിറ്റി സംഘടിപ്പിച്ച ആദരണീയം 2025 വേദി. SSLC, +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ആദരിക്കാൻ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി വേദിയിലേക്ക് എത്തുന്നു. ഉദ്ഘാടനത്തിന് തൊട്ടുമുമ്പ് ഭിന്നശേഷിക്കാരനായ കരുവന്നൂർ സ്വദേശിയും ലോട്ടറി വിൽപ്പന തൊഴിലാളിയുമായ സുമേഷും വേദിയിലേക്ക് കയറുന്നു. വേദിയിലേക്ക് എത്തിയ സുമേഷിനെ ചാരി നിർത്തുന്ന കേന്ദ്രമന്ത്രി വിശേഷങ്ങൾ ചോദിച്ചറിയുന്നു. ഒപ്പം ചിത്രങ്ങൾ പകർത്തുന്നു. മന്ത്രിയോട് തനിക്കറിയാവുന്ന രീതിയിൽ സന്തോഷം പങ്കുവച്ചാണ് സുമേഷ് വേദി വിടുന്നത്. ഇതിനുശേഷമാണ് പരിപാടിയുടെ ഔദ്യോഗിക ഉദ്ഘാടനവും കുട്ടികൾക്കുള്ള അവാർഡ് വിതരണവും നടന്നത്. എന്നാൽ ഒരു വിഭാഗം സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കുന്ന ദൃശ്യങ്ങൾ മറ്റൊന്നാണ്. പരിപാടി കഴിഞ്ഞ ശേഷം അധ്യാപകർക്കും പഞ്ചായത്ത് ജനപ്രതിനിധികൾക്കൊപ്പം നിന്ന് ഫോട്ടോ എടുക്കുന്ന വേളയിലാണ് സുമേഷ് വീണ്ടും കടന്നു വന്നത്. ഈ സമയം അല്പം മാറി നിൽക്കാൻ മാത്രമാണ് ആവശ്യപ്പെട്ടത്. മന്ത്രിയെ അധിക്ഷേപിക്കാൻ വേണ്ടി ചിലരുടെ തന്ത്രങ്ങളാണ് ഇതിന് പിന്നിലെന്ന് ബി.ജെ.പി. ഇരിങ്ങാലക്കുട മണ്ഡലം പ്രസിഡന്റ് ആർച്ച അനീഷ് കുമാർ പറയുന്നു. സ്റ്റേജിൽ കയറി ഉദ്ഘാടനത്തിന് മുമ്പും ഈ വ്യക്തി സ്റ്റേജിലേക്ക് കയറി വന്നപ്പോഴും ഈ പുള്ളിനെ ചേർത്ത് പിടിച്ചുകൊണ്ട് സാറ് ഫോട്ടോ എടുത്തു. ഈ കുട്ടികളുടെ രക്ഷിതാക്കള്, മണ്ഡലം ഭാരവാഹികൾ അവരുടെ കൂടെ ഫോട്ടോ എടുക്കുമ്പോൾ വീണ്ടും ഈ പുള്ളി വന്നതിന് ശേഷം വന്നതുകൊണ്ടാണ് ആൾ ജസ്റ്റ് ഒന്ന് മാറ്റി നിർത്തിയത്. പക്ഷേ 2-3 തവണ ഈ വ്യക്തിനെ ചേർത്ത് പിടിച്ചുകൊണ്ട് ആൾ ഫോട്ടോ എടുത്തിട്ടുണ്ട്. യഥാർത്ഥ ദൃശ്യങ്ങൾ ഒരു ഭാഗത്ത് നിൽക്കുമ്പോഴാണ് ചില ഭാഗങ്ങൾ മാത്രം അടർത്തിയെടുത്തുകൊണ്ടുള്ള വ്യാജ പ്രചാരണം നടക്കുന്നത്. ജനങ്ങളുടെ ആവശ്യങ്ങൾ അറിഞ്ഞ് അവർക്കൊപ്പം മന്ത്രി നിൽക്കുമ്പോൾ സമൂഹ മാധ്യമത്തിലൂടെ താറടിച്ചു കാണിക്കാനുള്ള ചില ശക്തികളുടെ ഗൂഢശ്രമമാണ് ഇതിന് പിന്നിലെന്നും ബി.ജെ.പി. ആരോപിക്കുന്നു. ജനം, തൃശൂർ.